നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ 4 വർഷം നീണ്ട വി.ഡി. സതീശൻ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ട് പൊളിഞ്ഞു എന്ന് മാത്രമല്ല, തകർന്ന് നാമാവശേഷമായി. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ ചരട് വലിച്ചത് ഷാഫി പറമ്പിൽ ആയിരുന്നുവെങ്കിൽ ഷാഫിക്ക് എല്ലാ പിന്തുണയും നൽകിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനായിരുന്നു. ഷാഫിയുടെയും വി.ഡി. സതീശിന്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. അവർ പ്രതീക്ഷിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിൽ വിജയിക്കാനും കഴിഞ്ഞു. അതിന് പ്രധാന കാരണമായത് ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കെതിരെയുള്ള പാർട്ടിക്കുള്ളിലുള്ള അസംതൃപ്തിയും CPM കോൺഗ്രസിൽ നിന്ന് ചാടിയ സനിനെ അവരുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയതുമായിരുന്നു. അതല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയധികം ഭൂരിപക്ഷം അവിടെ ലഭിക്കില്ലായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. കെ മുരളീധരനെയോ VT ബൽറാമിനെയോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു DCCയുടെയും KPCCയിലെ പ്രമുഖ നേതാക്കളുടെയും ആഗ്രഹം. KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ആഗ്രഹം കെ മുരളീധരനോ അല്ലെങ്കിൽ VT ബൽറാമോ വരണം എന്നായിരുന്നു. എന്നാൽ ഇവർ രണ്ടുപേരെയും വെട്ടി നീക്കി നിർത്തി ഷാഫി പറമ്പലിന്റെ പിന്തുണയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത് വി.ഡി. സതീശന്റെ ഇടപെടലായിരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവും UDF ചെയർമാനുമായ സതീശന്റെ ഇടപെടൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വളരെയധികം ഗുണം ചെയ്തു. എന്നാൽ ഇപ്പോൾ വി.ഡി. സതീശന് രാഹുൽ മാങ്കൂട്ടത്തെ പരസ്യമായി തള്ളിക്കളയേണ്ട അവസ്ഥ വന്നു. ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നതെന്നും പാർട്ടിയിലെ രാഹുലിന്റെ മെന്റർ ഷാഫിയാണെന്നും ഷാഫിക്ക് വേണ്ടിയാണ് രാഹുലിനെ പാർട്ടിയിൽ വളർത്തുന്നതെന്നും നേരത്തെ തന്നെ പല നേതാക്കളും പറഞ്ഞിരുന്നെങ്കിലും വി.ഡി. സതീശൻ ഇവരെ രണ്ടുപേരെയും കൂടെ നിർത്തി ഒരു പുതിയ ഗ്രൂപ്പിന് കേരളത്തിലെ കോൺഗ്രസിൽ തുടക്കം കുറിക്കുകയായിരുന്നു. എന്നാൽ ആ ഗ്രൂപ്പാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഷാഫി പറമ്പിൽ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനം രാജിവെപ്പിക്കുകയാണെങ്കിൽ അവിടെ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വരുന്നു എന്നുള്ള സൂചനയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൽ അടിപൊട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഷാഫി പറമ്പിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവന്നത്? VT ബൽറാമിനെ പാലക്കാട് നിന്നും വെട്ടിനീക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. VTയെ വെട്ടിനീക്കാനുള്ള തന്ത്രത്തിന് വി.ഡി. സതീശനും കുടപിടിച്ചു എന്നുള്ളത് പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ടാക്കി. അതോടൊപ്പം തന്നെ കെ മുരളീധരനെ അവിടെ മത്സരിപ്പിക്കാതിരിക്കാനും ഷാഫി പറമ്പിൽ പഠിച്ച പണി 18 പയറ്റി. അതിനും വി.ഡി. സതീശൻ പിന്തുണ നൽകി. എന്നാൽ ഇപ്പോൾ ആ കൂട്ടുകെട്ട് തകർന്നിരിക്കുകയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ചുള്ള ഒരു കളിക്ക് ഏതായാലും വി.ഡി. സതീശനും ഷാഫി പറമ്പിലും കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കേണ്ട എന്നുള്ള തീരുമാനമാണത്ര ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. അടുത്ത തവണ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമോ എന്നുള്ള കാര്യവും സംശയമാണ്. അങ്ങനെ വരുമ്പോൾ കെ മുരളീധരനെ പോലൊരു നേതാവ് അല്ലെങ്കിൽ VT ബൽറാമിനെ പോലൊരു നേതാവ് പാലക്കാട് ഒരിക്കൽ കൂടി വരേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ വി.ഡി. സതീശന് അത് വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. കാരണം ഇവർ രണ്ടുപേരും ഇപ്പോൾ സതീശൻ പക്ഷത്തുള്ളവരല്ല. സതീശൻ പക്ഷത്തുള്ള ഒരാൾ കൂടി MLA ആകട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഷാഫി പറമ്പിൽ മാറിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി. എന്നുവെച്ചാൽ നിയമസഭാ കക്ഷി യോഗത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ സതീശന് അനുകൂലമായി കൈവെക്കാൻ ഒരാൾ കൂടി എന്നുള്ളൊരു രീതിയിലാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പോൾ ഷാഫി പറഞ്ഞാൽ കേൾക്കുന്നയാൾ, ഷാഫിയാണെങ്കിൽ സതീശന്റെ അടുത്തയാൾ. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മത്സരം വരികയാണെങ്കിൽ വി.ഡി. സതീശന് അനുകൂലമായി കൈവെക്കാൻ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയതും വിജയിപ്പിച്ചത്. എന്നാൽ ആ ധാരണ പൊളിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ ആ ധാരണ തകിടം പറഞ്ഞതോടുകൂടി ഇപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുപോലെ ആരോപണ ശരങ്ങളിൽ പിടയുമ്പോൾ വി.ഡി. സതീശന് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഏതായാലും അവർ തമ്മിലുള്ള ആ ഒരു രസതന്ത്രം അവസാനിച്ചു കഴിഞ്ഞു. ഇനി പാലക്കാട്ട് അവിടെയുള്ള DCC ഭാരവാഹികളും അല്ലെങ്കിൽ DCC നേതൃത്വവും KPCC നേതൃത്വവും കാര്യങ്ങൾ തീരുമാനിക്കും. ഇനി വി.ഡി. സതീശനോ ഷാഫി പറമ്പിലിനോ കയറി പാലക്കാട് അധികം കളിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ ഇവരുടെ ഈ കൂട്ടുകെട്ട്, സതീശൻ ഷാഫി കൂട്ടുകെട്ട് കോൺഗ്രസ് പാർട്ടി പിടിച്ചെടുക്കാൻ വേണ്ടി 2026 തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പാർട്ടിയെ തങ്ങളുടെ കൈകളിൽ കൊണ്ടുവരാൻ വേണ്ടി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയും ഷാഫി പറമ്പിലെ KPCC അധ്യക്ഷനാക്കാനുള്ള ആ തന്ത്രം ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. ഇനി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷുമെല്ലാം
കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും കൃത്യമായ അവരുടെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പ്രതിരോധത്തിലാകുന്നത് ഷാഫിയും സതീശനും ഒക്കെയാണ്. ഏതായാലും ഇനി അവരുടെ കൂട്ടുകെട്ടിന് കേരളത്തിലെ കോൺഗ്രസിനെ സ്വാധീനിക്കാൻ കഴിയില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ വീഴ്ചയോടെ ആ കൂട്ടുകെട്ട് അവസാനിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പലരും പറയുന്നത്.